നമുക്ക് ഇനി അടുത്തത് അക്കേലി ആവാസിൻ്റെ ഷോർട്ട് ക്വസ്റ്റ്യൻസ് അതെല്ലാം ഒന്ന് വായിച്ചു തരാം. അതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും. എങ്കിലും ഇതിലിട്ടതുകൊണ്ട് അത് വായിച്ചു തരാം. ഇതിൻ്റെ അക്കേലി ആവാസിൻ്റെ സമ്മറി ഒരു 6 വീഡിയോസാക്കി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കേട്ട് കാണും എന്ന് വിചാരിക്കുകയാണ്. ഇനി ഷോർട്ട് ക്വസ്റ്റ്യൻസിൽ അക്കേലി ആവാസ് കിസ്കി രചന ഹെ, കിസ് വിധാ की रचना है? अकेली आवास हिंदी के प्रसिद्ध उपन्यासकार ശ്രീ രാജേന്ദ്ര അവസ്ഥി का उपन्यास है. കിസ് വിധാ की രചന എന്നുള്ളതിൻ്റെ ഉത്തരമാണ് അത്. ഉപന്യാസ് എന്ന് പറഞ്ഞാൽ നോവലാണ്. आशुतोष मुखर्जी कौन है? आशुतोष मुखर्जी अकेली आवास का मुख्य पात्र है और ബണ്ടു കെ പിതാ അവർ കളക്ടർ ദേ വേ കാം കെ പക്കേ ദേ നന്നായിട്ട് പണി ചെയ്യുന്ന ഒരു കളക്ടറായിരുന്നു. 3. ബണ്ടു കോൻ ഹേ ഉസ്കാ സ്വഭാവ് കൈസാ ഹെ? ബണ്ടു അക്കേലി ആവാസ് കാ മുഖ്യ പാത്ര और കളക്ടർ ആശുതോഷ് മുഖർജി കാ ഇക്കലൗത്ത പുത്ര था. ഇക്കലൗത്ത എന്ന് പറഞ്ഞാൽ ഒരേ ഒരു മകൻ. ബണ്ടു ശരാരത്തി था, अधिक लाड प्यार के कारण उसका स्वभाव बिगड़ा हुआ था. ഒരുപാട് ലാളന കൊടുത്തത് കൊണ്ട് ആ കുട്ടിയുടെ സ്വഭാവം നശിച്ചു പോയി എന്നാണ്, വഷളായി എന്നർത്ഥം. 4. നീത മിസ് കോൻ ഥി ഉസ്കി പരേശാനി ക്യാ ഥി? നീത മിസ് ആരായിരുന്നു? അവരുടെ ബുദ്ധിമുട്ട് എന്തായിരുന്നു? നീത മിസ് ബണ്ടു കോ പഠാനെ കെ ലിയെ വിശേഷ രൂപ സെ രഖി ഗയി ഏക് അധ്യാപിക ഥി. വഹ് ഏക് ജിമ്മേദാർ और പഠി ലിഖി മഹിള ഥി. നല്ല ഉത്തരവാദിത്വമുള്ള വിദ്യാസമ്പന്നയായിട്ടുള്ള ഒരു മഹിളയായിരുന്നു. 6 സാൽ പഹലെ വോ കളക്ടർ കെ ഘർ മേ ആയി ഥി. 6 വർഷത്തിന് മുമ്പാണ് അവരവിടെ വന്നത്. ബണ്ടു ഇത്തന ഛോട്ടാ നഹി ഹെ. അവരുടെ പ്രശ്നം എന്താണ്? അവർക്കുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ബണ്ടു അത്ര ചെറിയ കുട്ടിയല്ല. ഉസ്കി ഉമ്ര 12 കെ ലഗ്ഭഗ് ഹെ. 12 വയസ്സോളം ഉണ്ട് ആ കുട്ടിക്ക്. ലേക്കിൻ ബണ്ടു അപ്പനെ സാരെ വ്യവഹാർ ഛോട്ടെ ലഡ്കോം കി തര കർത്താ ഹെ. പക്ഷെ ബണ്ടു തൻ്റെ പെരുമാറ്റം എങ്ങനെയാണ്? 6 വയസ്സുള്ള ഒരു കുട്ടിയെ പോലെയാണ്. കൈ സാലോ തക് വഹ് സ്കൂളോ മേ കാം കർ ചുക്കി ഹെ. സൈക്കഡോ ഛാത്രോं को उन्होंने पढ़ाया है. इतने अनुभव के बाद वो बाल मनोविज्ञान भी खूब समझती है. അപ്പം പല സ്കൂളുകളിൽ വർക്ക് ചെയ്തവളാണ്. 100 കണക്കിന് കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇത്രയും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും എക്സ്പീരിയൻസിന് ശേഷം അവർക്ക് സൈക്കോളജി, ചൈൽഡ് സൈക്കോളജിയെ നന്നായിട്ട് മനസ്സിലാക്കാൻ കഴിവുള്ള ഒരു ടീച്ചറായിരുന്നു. അന്യ ഛാത്രോം സെ ബണ്ടു ഭിന്നത. മറ്റ് വിദ്യാർത്ഥികളിൽ നിന്നും ബണ്ടു വ്യത്യസ്തനായിരുന്നു. ഇതാണ് അവരുടെ ഒരു ബുദ്ധിമുട്ടായിട്ട് അനുഭവപ്പെട്ടത്. ശ്രീമതി മുഖർജി ने ബണ്ടു को പഠാനെ एक टीचर रखने का निश्चय क्यों किया? ശ്രീമതി മുഖർജി ബണ്ടുവിനെ പഠിപ്പിക്കാൻ ഒരു ടീച്ചറിനെ നിയമിക്കാൻ എന്തുകൊണ്ട് തീരുമാനിച്ചു എന്നാണ്. അതിനുത്തരം ആശുതോഷ് മുഖർജി കളക്ടർ ദേ ഉൻകെ കാം കി ധാക്ക് ഖൂബ് ദി. നന്നായിട്ട് പണി ചെയ്യുന്നവൻ എന്നുള്ള ഒരു പേര്, ഒരു ഒരു പ്രശസ്തി അവർക്ക് കിട്ടിയിരുന്നു, അയാൾക്ക് കിട്ടിയിരുന്നു. ഇസ്ലിയെ ഉനെ ഹമേശ തബാദല ഹോത്തി തി. അതുകൊണ്ട് കളക്ടർക്ക് ഇടയ്ക്കിടയ്ക്ക് തബാദല, ട്രാൻസ്ഫർ ഉണ്ടാകുമായിരുന്നു. ക്യോങ്കി ഉനി ജില്ലോ മേ ഭേജാ ദേത്ത ജഹാൻ കോയി ഗഡ്ബഡ് ഹോത്തി. എന്തെങ്കിലും പ്രശ്നമുള്ള ജില്ലകളിലേക്ക് അയാളെ അയക്കുമായിരുന്നു. തബാദല കെ കാരൻ ഉസ്കെ പുത്ര ബണ്ടു കി പഠായി മേ ബഡി ബാധ പहुंचती थी. ഈ ട്രാൻസ്ഫർ ഉള്ളതുകൊണ്ട് അയാളുടെ മകൻ്റെ പഠിത്തത്തിൽ എപ്പോഴും ഒരു തടസ്സം, ബാധ എന്ന് പറഞ്ഞാൽ തടസ്സം ഉണ്ടാകുമായിരുന്നു. इसलिए ശ്രീമതി മുഖർജീനെ एक टीचर रखने का निश्चय किया. അടുത്ത ബണ്ടു കെ സ്യാദ ബിഗഡ് ജാനെ കാ കാരൺ ക്യാ था? ബണ്ടു കൂടുതൽ ഇങ്ങനെ വഷളാവാൻ കാരണം എന്താണെന്നാണ്. നീത മിസ് ബണ്ടു കി ശരാരത്ത് സെ പരേശാൻ ഹോക്കർ കഭി കഭി കുറുത്ത് ഹോത്തി തി. നീത മിസ് ബണ്ടുവിൻ്റെ ഈ വികൃതി കൊണ്ട് ബുദ്ധിമുട്ടി ഇടയ്ക്കിടയ്ക്ക് ദേഷ്യപ്പെടുമായിരുന്നു. ബണ്ടു ബഡാ ഹട്ടി ബാലക്. അവൻ വളരെ ശാഠ്യക്കാരനായിട്ടുള്ള കുട്ടിയായിരുന്നു. വഹ് ചൂട്ട് ഭി ബോൾത്താത്ത. കള്ളവും പറയും. കളക്ടർ ബണ്ടു കെ സാമനെ ഹി ടീച്ചർ കോ ഡാണ്ടത്തെ തെ. കളക്ടർ എന്ത് ചെയ്യും? ബണ്ടുവിൻ്റെ മുന്നിൽ വെച്ചാണ് ടീച്ചറിനെ പലപ്പോഴും ശകാരിച്ചിരുന്നത്. അവർ ഏകമാത്ര പുത്ര കി ഗൽത്തി കി ഓർ ആങ്ക് മൂന്ത് ലേത്തെ തെ. തൻ്റെ ഒരേ ഒരു മകൻ്റെ തെറ്റിലേക്ക് അദ്ദേഹം കണ്ണടയ്ക്കുമായിരുന്നു. ഒരേ ഒരു മകനാണ്. അവൻ തെറ്റ് ചെയ്താൽ
ശിക്ഷിക്കേണ്ടതിന് പകരം അയാളങ്ങ് കണ്ണടയ്ക്കും, കണ്ടില്ല എന്നടിക്കും. ഇസ്ലിയെ വഹസ്യാദ ബിഗടുകയ, അതുകൊണ്ടാണ് ചെക്കൻ കുറച്ച് കൂടുതൽ വഷളായത്. नीता मिस बंडू को किसी अच्छे स्कूल में भेजने का उपदेश क्यों देती थी? ശ്രീമതി മുഖർജിനെ ക്യാ കഹ. നീതാ മിസ് ബണ്ടുവിനെ ഏതെങ്കിലും നല്ലൊരു സ്കൂളിൽ അയക്കാൻ എന്തുകൊണ്ട് ഉപദേശിച്ചു? ശ്രീമതി മുഖർജി അപ്പോൾ എന്താ പറഞ്ഞത്? ഇക്കലൗത്ത പുത്ര ഹോനെ കെ കാരൺ ബണ്ടു സ്യാദ ബിഗഡ് ഗയാ था. മിസ്കെ അനുസാർ मनुष्य एक सामाजिक प्राणी है, वह अकेला कभी नहीं रह सकता, അക്കേലാപ്പൻ ഉസേ ഖാ ജായേഗ. ഏകാന്തത മനുഷ്യനെ നശിപ്പിച്ച് കളയും, ഒറ്റയ്ക്ക് മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല, കാരണം അവൻ സാമൂഹ്യ ജീവിയാണ്. ബണ്ടു കോ യദി അക്കേല രഹിനേക്ക് ആദത്ത് ലഗ് ഗയി തോ ബണ്ടു, ഇനിയും ഒറ്റയ്ക്ക് ഏകാന്തമായിട്ട് ജീവിക്കാനുള്ള ഒരു ശീലം അവനുണ്ടെങ്കിൽ വഹ് കപി ദോസ്ത് നഹി ബനാ സകേഗ, അവനാരെയും കൂട്ടുകാരാക്കാനായിട്ട് കഴിയില്ല. ഇസ്ലിയെ ബണ്ടു കോ കിസി അച്ഛേ സ്കൂൾ മേ ഭേജ് ദേനാ ഹി ചാഹിയെ, അതുകൊണ്ട് ബണ്ടുവിനെ ഏതെങ്കിലും നല്ല സ്കൂളിലേക്ക് അയക്കുക തന്നെ വേണം. അപ്പം ശ്രീമതി മുഖർജി എന്താ പറഞ്ഞത്? ശ്രീമതി മുഖർജിക്ക് അനുസാർ സ്കൂൾ ജാനെ പർ ബണ്ടു കാ സ്വഭാവ് ബിഗഡ് ജായേഗ, സ്കൂളിൽ പോയി കഴിഞ്ഞാൽ തൻ്റെ മകൻ്റെ സ്വഭാവം വഷളാകും എന്നാണ്. സ്കൂൾ മേം ഗന്ദേ അവർ ഖരാബ് ലഡ്കെ ഭി ഹോത്തെ, ഗന്ദേ എന്ന് പറഞ്ഞാൽ വൃത്തികെട്ട ചീത്ത പിള്ളേരൊക്കെ സ്കൂളിലുണ്ടാകും. ബണ്ടു കോ ഉൻസെ അലഗ് രഖാ ജാന ചാഹിയെ, അതുകൊണ്ട് ബണ്ടുവിനെ അവരിൽ നിന്നൊക്കെ അകറ്റണം. ബണ്ടു ഹമാര ഇക്കലൗത്ത പുത്ര ഹേ, ഒരേ ഒരു മോനാണ് ഞങ്ങളുടെ. ഇസ്ലേ ബണ്ടു കോ സ്കൂൾ സെ ദൂർ ഘർ സെ ദൂർ വിദ്യാലയമേം ഭേജന ഹം നഹി ചാഹത്തെ, അതുകൊണ്ട് ബണ്ടുവിനെ വീട്ടിൽ നിന്ന് അകറ്റി വിദ്യാലയത്തിലേക്ക് അയക്കുക ഞങ്ങളൊരിക്കലും ആഗ്രഹിക്കുന്നില്ല എന്നാണ് ശ്രീമതി മുഖർജി പറഞ്ഞത്. ബണ്ടു കോക്ക് സ്കൂൾ മേ ഭേജാ ഗയ, അവസാനം ബണ്ടുവിനെ എന്തുകൊണ്ട് സ്കൂളിലേക്ക് അയച്ചു? എന്തുകൊണ്ടല്ല, ഏത് സ്കൂളിൽ അയച്ചു എന്നാണ്. രാമഗഡ്കെ ആദർശ് വിദ്യാലയം, ആദർശ് വിദ്യാലയം എന്ന് പറഞ്ഞാൽ മോഡൽ സ്കൂൾ. അടുത്ത ഇനി നേരെ സ്കൂളിലുള്ള കാര്യങ്ങളാണ് ക്വസ്റ്റ്യൻ ആൻസറായിട്ട് വന്നിരിക്കുന്നത്. അപർണ സെൻ കോൻഥി, അപർണ സെൻ, മിസ് അപർണ സെൻ ആദർശ് വിദ്യാലയക്ക് ഹോസ്റ്റൽ വാർഡൻ थी. അടുത്ത മോഹൻ ശർമ്മ കോൻ ഹേ, वे कैसे आदमी थे? मोहन शर्मा आदर्श विद्यालय के प्रिंसिपल थे, वे अपने विद्यालय को सुचारू रूप से चलाने के लिए कठिन प्रयत्न करने वाले थे. വിദ്യാലയത്തെ തൻ്റെ സ്കൂളിനെ, മോഡൽ സ്കൂളിനെ ഒന്നുകൂടി ഭംഗിയാക്കി കൊണ്ടുപോകാൻ വേണ്ടി വളരെയധികം അധ്വാനിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. വേ ബച്ചോങ്ക മനോവിജ്ഞാൻ അച്ചി തരഹ് ജാനത്തെ थे. ഈ പ്രിൻസിപ്പൾക്ക് വിദ്യാർത്ഥികളുടെ സൈക്കോളജി എന്താണെന്ന് നന്നായിട്ട് അറിയുമായിരുന്നു. അടുത്തത് ആദർശ് വിദ്യാലയമേ ബണ്ടു के पहले दिन के അനുഭവം കെ ബാരെ മേ ലിഖി, ഇവിടെ കെയും കൂടെ ചേർക്കണം. കെ ബണ്ടു കെ പഹലെ ദിൻ കെ അനുഭവം കെ ബാരെ മേ, ആദർശ വിദ്യാലയത്തിൽ ബണ്ടുവിൻ്റെ ആദ്യ ദിവസത്തെ അനുഭവങ്ങളെ പറ്റി പറയുക. പഹലെ ദിൻ ബണ്ടു കോ ആദർശ വിദ്യാലയക്ക് നിയം സമझाए गए, ഫസ്റ്റ് ഡേയിൽ തന്നെ ആദർശ വിദ്യാലയത്തിലെ നിയമങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. പ്രിൻസിപ്പലിനെ ഉസെ അപ്പനെ പാസ് ബുലാക്കർ കഹ, പ്രിൻസിപ്പൾ അവനെ വിളിച്ച് പറയാണ് കി യഹാ കിസി തരഹ് കി പരേശാനി നഹി ഹോഗി, പിള്ളേർക്ക് ഇവിടെ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഉന്നോനെ വാർഡൻ സെ ബണ്ടു കാ പരിചയ കരായ, അദ്ദേഹം വാർഡനെ വിളിച്ചിട്ട് ബണ്ടുവിനെ പരിചയപ്പെടുത്തി കൊടുത്തു. ബണ്ടുവിനെ വാർഡൻ കോ നമസ്തേ നഹി കഹ, ആദ്യമായിട്ട് ഒരാളിനെ കാണുമ്പോൾ നമസ്തേ പറയട്ടെ, പക്ഷേ ബണ്ടു അത് ശീലിച്ചിട്ടില്ല, അതുകൊണ്ട് വാർഡനോട് നമസ്തേ പറഞ്ഞില്ല. ഉസ് വിദ്യാലയമേ ശിഷ്ടാചാർ കെ കടേ നിയം ഹേ, ആ സ്കൂളിൽ മര്യാദ പാലിക്കണം, അച്ചടക്കത്തിൻ്റെ കർശനമായിട്ടുള്ള നിയമങ്ങളുണ്ട്. കോയി ലഡ്ക അഭദ്ര വ്യവഹാർ നഹി കർ സക്ത, ഒരു കുട്ടിക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, മോശമായിട്ട് കൾച്ചറില്ലാതെ പെരുമാറാൻ പറ്റില്ല. പഹലാ ദിൻ ഹോനെ കെ കാരൺ ഉസേ ഛൂട്ട് ദീ ഗയി, ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് അവന് ചില ഇളവുകളൊക്കെ കൊടുത്തു. ഫസ്റ്റ് ഡേ തന്നെ അവൻ പല കുഴപ്പങ്ങളും ചെയ്തു, പക്ഷെ അവന് ഇളവ് കൊടുത്തു. ബണ്ടു കോ ഏക് കമര ദിയാ ഗയ ജോ ബഹുത്ത് സാഫ് സുധരാത, ബണ്ടുവിനൊരു റൂം കൊടുത്തു, വളരെ വൃത്തിയുള്ള റൂമായിരുന്നു. ഉസ്കെ സഹയോഗി മനോജ് കെ ഉപദേശവും സെ കുറുത്ത് ഹോക്കർ ബണ്ടുവിനെ ഉസേ മാര, മനോജ് ഉപദേശിച്ചു, അതിൻ്റെ ഫലമായിട്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് ബണ്ടു അവനെ തല്ലി. ഫസ്റ്റ് ഡേ ആണ് ഇതൊക്കെ. വാർഡൻ യാ ദോസ്തോ കെ ഉപദേശവും സെ പരേശാൻ ഹോക്കർ വാഹു ഉൻ സബ്കോ ചടാത്ത,
വാർഡൻ്റെയും കൂട്ടുകാരുടെയൊക്കെ ഉപദേശങ്ങൾ കേട്ടിട്ട് അവന് വളരെ ദേഷ്യമുണ്ടായി. ആശാ നാമക്ക് ഛാത്ര സേ ചിട്കർ ഉസ്കി ചോട്ടി ജോർ സേ ഖീഞ്ച് ദി. ഇത് കറക്റ്റ് ഒരു ദിവസത്തെ കാര്യമല്ല ഇതിൽ വർണ്ണിച്ചിരിക്കുന്നത് കേട്ടോ. ആദ്യ നാളുകളെ പറ്റിയാണ് ഉദ്ദേശിക്കുന്നത്. ആശ എന്ന് പറയുന്ന കുട്ടിയോട് പിണങ്ങിയിട്ട് അവളുടെ തലമുടി പിടിച്ച് ശക്തിയായിട്ട് വലിച്ചു. വിദ്യാലയ നിയം യഹ്ദാക്കി സാത്ത് കാ കോയി ലഡ്ക കുച്ച് ഗലത്ത് കാം കരേ തോ. വിദ്യാലയത്തിലെ നിയമം എന്തായിരുന്നു? അടുത്തുള്ള ഒപ്പമുള്ള ഏതെങ്കിലും ഒരു കുട്ടി തെറ്റായിട്ട് പ്രവർത്തിച്ചാൽ, എന്തെങ്കിലും തെറ്റുകൾ ചെയ്താൽ ദൂസരേ ലഡ്കേക്കോ തുരന്ത് ശികായത്ത് കർണി ചാഹി. മറ്റുള്ള വിദ്യാർത്ഥികൾ പോയിട്ട് എന്ത് ചെയ്യണം? കംപ്ലൈൻറ്റ് ചെയ്യണം. वह शिकायत नहीं करेगा तो ഉസേ ഭി അപരാധി മാനാ ജായേഗ. ആ കുറ്റം കണ്ട വ്യക്തി പോയിട്ട് കംപ്ലൈൻറ്റ് ചെയ്തില്ലെങ്കിൽ അവനെയും കുറ്റക്കാരനായിട്ട് കണക്കാക്കും. സഖ്ത് എന്ന് പറഞ്ഞാൽ കർശനമായിട്ടുള്ള. നിയമോ കെ ഹോനെ പർ ഭി ബണ്ടു കി ശരാരത്തെ ബഡ്തി രഹ്തി തി. ശക്തമായിട്ടുള്ള നിയമങ്ങളുണ്ടെങ്കിലും ബണ്ടുവിൻ്റെ വികൃതികൾ കൂടിക്കൊണ്ടേയിരുന്നു. അടുത്ത മുകളിൽ പറഞ്ഞില്ലൊരു നോക്കൂ. ആശാ കോൻതി ബണ്ടുവിനെ ഉസ്കി ചോട്ടി ക്യോൻ ജോർസെ ഖീഞ്ച് ദി. ആശ ആരായിരുന്നു? ബണ്ടു അവളുടെ തലമുടി എന്തുകൊണ്ട് ശക്തിയായിട്ട് പിടിച്ചു വലിച്ചു. മുകളിൽ പറഞ്ഞു അത് അല്ലേ. ആശ എന്ന് പറയുന്ന കുട്ടിയെ ദേഷ്യപ്പെട്ടിട്ട് ചെയ്തു അവളുടെ തലമുടി പിടിച്ചു വലിച്ചു എന്നാണ്. അപ്പോൾ എന്തിനാ വലിച്ചതെന്നുള്ളതാണ് ചോദ്യം. ചായ് കെ സംബന്ധ് ബേ ഹോസ്റ്റൽ മേ കുച്ച് നിയം ഥേ. കുട്ടികൾക്ക് ചായ കിട്ടുന്നതിനെ സംബന്ധിച്ച് ഹോസ്റ്റലിൽ ചില നിയമങ്ങൾ ഉണ്ടായിരുന്നു. രാവിലെ ഒന്നും ചായ കൊടുക്കില്ല സ്കൂളിൽ. അതാണ്. ഉസ് നിയം കി പർവാഹ് കിയെ ബിനാ വഹ് ചായ് മാംഗനെ ലഗാ തോ ആശാനെ കഹ. ആ നിയമങ്ങളെ വകവയ്ക്കാതെ ബണ്ടു എന്ത് ചെയ്തു? ചായ ആവശ്യപ്പെട്ടു. ഇവിടെ വഹ് എന്നുള്ളത് വേണമെങ്കിൽ ബണ്ടു എന്നാക്കുക കേട്ടോ. വഹ് എന്നുള്ള ബണ്ടു എന്നാക്കുക. ചായ ആവശ്യപ്പെടാൻ തുടങ്ങിയപ്പോൾ ആശ പറഞ്ഞു, യഹാൻ ചായ് നഹി മിൽത്തി. ഇപ്പം ചായ കിട്ടില്ല. ചുപ് ചാപ്പ് നാശ്ത കർലോ. നീ പെട്ടെന്ന് മിണ്ടാതിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകും എന്ന് പറഞ്ഞു. യഹാം ക്യാ അച്ഛാ നഹി ലഗ്ത. നിനക്കെന്താ ഇവിടെ ഇഷ്ടമില്ലേ? ഹം അച്ഛേ നഹി ലഗ്തേ. ഞങ്ങളാരെയും നിനക്ക് ഇഷ്ടമില്ലേ എന്നൊക്കെ ചോദിച്ചു. ആകെ ആശാനെ ഉസ്കോ ദേഖ് കർ മുസ്കരാ ദി. അതിനുശേഷം ആശ എന്ത് ചെയ്തു? അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. നല്ല ഉദ്ദേശത്തിലാണ് അവൾ പുഞ്ചിരിച്ചത്, ഒരു ഫ്രണ്ട്ഷിപ്പ് കിട്ടട്ടെ എന്ന് വെച്ചിട്ട്. അപ്പോൾ പക്ഷേ ഇവൻ അതിൻ്റെ വേറൊരർത്ഥത്തിലെടുത്തു. ഇസ്സേ തൈഷാക്കർ. തൈഷാന ദേഷ്യപ്പെടുക. ഇതിൻ്റെ ഫലമായിട്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് ബണ്ടു എന്ത് ചെയ്തു? ആശാക്കി ചോട്ടി ജോർസെ ഖീഞ്ചിത്തി. അവളുടെ തലമുടി പിടിച്ച് ശക്തിയായിട്ട് വലിക്കുകയും ചെയ്തു. അടുത്ത 13ാമത്തെ ചോദ്യം. മാഫി ചോട്ടെ ആദ്മി മാംഗത്തെ ഹെ. ബണ്ടു കെ ഇസ് കഥൻ കാ കാരൺ ക്യാ ഥാ. മാപ്പ് ചോദിക്കുന്നത് ചെറിയ ആൾക്കാരാണ്, നിസാരന്മാരാണ് മറ്റുള്ളവരോട് മാപ്പ് ചോദിക്കാറ്. ബണ്ടുവിൻ്റെ ഇങ്ങനെ പറയാൻ കാരണം എന്തായിരുന്നു? പഹലേ ദിൻ ഹി ബണ്ടുവിനെ അപ്പനെ സഹയോഗി മനോജ് കോ മാര. ഫസ്റ്റ് ഡേ തന്നെ എന്ത് ചെയ്തു? ബണ്ടു തൻ്റെ റൂംമേറ്റായിട്ടുള്ള മനോജിനെ തല്ലി. വാർഡനെ കഹാക്കി യഹ് പഹലി ശിക്കായത്ത് ഹെ. അപ്പോൾ വാർഡൻ പറഞ്ഞു, എന്താണ് ഇത്? നിൻ്റെ ഫസ്റ്റ് കംപ്ലൈൻ്റ് ആണ്. ആകെ കൊയ് ശിക്കായത്ത് ആയേഗി തോ യഹാങ്കി വിദ്യാർത്ഥി പരിഷത്ത് കെ സാമനെ തുമേ ജാനാ ഹോഗ. ഇനി നീ എന്തെങ്കിലും പരാതി ഉന്നയിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിൻ്റെ പേരിൽ എന്തെങ്കിലും പരാതി വന്നാൽ ഇവിടുത്തെ വിദ്യാർത്ഥി പരിഷത്തിൻ്റെ മുന്നിൽ നിനക്ക് പോകേണ്ടതായിട്ട് വരും. ആർ തുമേം സഖ്ത് സസാ ഭി മിലേഗി. നിനക്ക് കർശനമായിട്ടുള്ള ശിക്ഷയും കിട്ടുമെന്ന് പറഞ്ഞു. ഇസ്സേ അച്ഛാ ഹേ മനോജ് സേ മാഫി മാംഗന. അതിനേക്കാൾ നല്ലത് നീ മനോജിനോട് പോയിട്ട് മാപ്പ് ചോദിക്കുക. ബണ്ടുവിനെ കഹാക്കി മൈനെ കഭി കിസി സേ മാഫി നഹി മാംഗി. അപ്പം ബണ്ടു പറഞ്ഞ എന്താണ്? ഞാൻ എൻ്റെ ജീവിതത്തിൽ ആരോടും ഒരിക്കലും മാപ്പ് ചോദിച്ചിട്ടില്ല. ബണ്ടു കി ധാരണ യഹ് थी कि കളക്ടർ കാ പുത്ര ഹോനെ കെ കാരൺ വഹ അന്യ ഛാത്രോം സെ ബഡാ ഹെ. ബണ്ടുവിൻ്റെ ധാരണ എന്താണ്? കളക്ടറിൻ്റെ മകനായതുകൊണ്ട് താൻ മറ്റുള്ള വിദ്യാർത്ഥികളെക്കാൾ വലിയവനാണ്. മനോജ് ഉസ്കെ സാമനെ ഛോട്ടാ ഹെ. അപ്പോൾ താൻ വലിയവനും മനോജ് തൻ്റെ മുന്നിൽ ചെറിയവനുമാണ്. ഉസ്സേ മാഫി മാംഗനെ കി ജറൂരത്ത് നഹി ഹോത്തി. അതുകൊണ്ട് ചെറിയവരോട് മാപ്പ് ചോദിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. ഉസ്കെ അനുസാർ ഛോട്ടെ ആദ്മി ഹി മാഫി മാംഗത്തെ. അടുത്ത ഛാത്ര പരിഷത്ത് കെ ന്യായാധീശിനെ ബണ്ടു കെ രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട്. ബണ്ടു കെ വിരുദ്ധ ക്യാ ശിക്കായത്തേം പേശിക്കി. സ്റ്റുഡൻസ് കൗൺസിലിലെ ന്യായാധിപൻ ജഡ്ജ് ബണ്ടുവിൻ്റെ
ബണ്ടുവിനെതിരായിട്ട് എന്തെല്ലാം പരാതികൾ പ്രസൻറ്റ് ചെയ്തു. ഉസ്കാ പരിണാം ക്യാ നികല, അതിൻ്റെ ഫലം എന്തായി. ബണ്ടു ने तितलियों को पकड़कर उन्हें यूडी कोलोन पिलाया. ന്യായാധീശിക്ക് ശിക്കായത്ത് എത്തി. ഏത് ആദ്യം പറയണം കേട്ടോ. ന്യായാധീശിക്ക് ശിക്കായത്ത് എത്തി. ന്യായാധീശൻ്റെ കംപ്ലൈൻറ്റ് എന്തായിരുന്നു? ബണ്ടു പൂമ്പാറ്റകളെ പിടിച്ച് അതിനെ യൂഡി കൊളോൺ എന്ന് പറയുന്ന ബോധം കെടുത്താനുള്ള എന്തെങ്കിലും മരുന്നായിരിക്കും, ഈ ലാബിലൊക്കെ കാണുമല്ലോ, അതിനെ കുടിപ്പിച്ചു. പിന്നെ ഇന്നലെ വൈകുന്നേരത്തെ കൽ ശ്യാം കി പ്രാർത്ഥനാമേം ഭാഗ് നഹി ലിയാത്ത, ഇന്നലെ വൈകുന്നേരത്തെ പ്രാർത്ഥനയിൽ അവൻ പങ്കെടുത്തില്ല. ബണ്ടു കാ സഹചാരി ഗവാഹ് കെ രൂപമേ ബുലായ ഗയ, ബണ്ടുവിൻ്റെ സഹചാരിയെ, കൂട്ടുകാരനായിട്ടുള്ള മനോജിനെ സാക്ഷിയായിട്ട് വിളിപ്പിക്കുകയും ചെയ്തു. ഉസേ സത്യ ഹി കഹ്നാപ്പട, ഇപ്പം മനോജിന് സത്യം പറയേണ്ടതായിട്ട് വന്നു. इससे क्रुद्ध होकर बंडू ने कमीज में लगी आल्पीन को निकालकर മനോജ് की कलाई में छुपा दिया. ഇതിൽ ദേഷ്യപ്പെട്ടുകൊണ്ട് ബണ്ടു എന്ത് ചെയ്തു? തനിക്കെതിരായിട്ട് സാക്ഷി പറഞ്ഞില്ലേ, അതിൽ ദേഷ്യപ്പെട്ടുകൊണ്ട് ബണ്ടു എന്ത് ചെയ്തു? തൻ്റെ ഷർട്ടിൽ കുത്തിയിരുന്ന ഒരു മുട്ടുസൂചി എടുത്തിട്ട് മനോജിൻ്റെ റിസ്റ്റിൽ, കൈയുടെ കുഴയില്ലേ, വാച്ച് കെട്ടുന്ന ഭാഗം, ആ ഭാഗത്ത് എന്ത് ചെയ്തു? കുത്തി എന്നാണ്. ചുപാന കുത്തുക, സൂചി കൊണ്ടൊരു കുത്തു കൊടുത്തു എന്നാണ്. അടുത്ത രേഖ മിസ് കോൻ थी. ബണ്ടു കോ പിയാനോ പഠാനെ വാലി അന്ധി ടീച്ചർ ഹെ രേഖ മിസ്. ബണ്ടുവിനെ പിയാനോ പഠിപ്പിക്കുന്ന അന്ധയായിട്ടുള്ള ടീച്ചറാണ് രേഖ മിസ്. അടുത്ത ബണ്ടുവിനെ ആശാക്കോ ക്യോ ഘോടെ പർസെ നീച്ചെ ഗിരായ. ബണ്ടു ആശയെ എന്തുകൊണ്ട് കുതിരപ്പുറത്തുനിന്ന് താഴേക്ക് തള്ളിയിട്ടു. ബണ്ടു ആശാക്ക ഉപദേശ് പസന്ത് നഹീം കർത്താത്ത इसलिए उसने आशा को घोड़े पर से नीचे गिराया. അടുത്ത മറ്റൊരു കഥാപാത്രം മോഹിനി കോൺ थी. ബണ്ടുവിനെ ഉസ്കി ചോട്ടിയാ ക്യോ കാട്ട് ഡാലി. മോഹിനി ആരായിരുന്നു? ബണ്ടു അവളുടെ തലമുടി എന്തിനാണ് കട്ട് ചെയ്ത് കളഞ്ഞത്? ഇഷ്ടംപോലെ തലമുടിയുള്ള ആ സ്കൂളിലെ വളരെ പേര് കേട്ട ഒരു പെൺകുട്ടിയാണ് ആര്? മോഹിനി. തലമുടിയുടെ കാര്യത്തിൽ വളരെ പ്രശസ്തയാണ്. അവളുടെ തലമുടി എന്ത് ചെയ്തു? ബണ്ടു മുറിച്ചു കളഞ്ഞു. എന്തുകൊണ്ടാണ്? मोहिनी आदर्श विद्यालय की एक छात्र थी. वह अपने बालों के लिए विद्यालय भर में विख्यात थी. मछली पकड़ने के संबंध में കാശ്മീർ യാത്ര के बीच തർക്ക വിതർക്ക हुआ. ഇവർ കാശ്മീരിൽ പിക്നിക്ക് പോയി അവിടെ വെച്ച് മീൻ പിടിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വാക്ക് തർക്കം ഉണ്ടായി. മോഹിനിനെ ബണ്ടു കോ ഉപദേശ് ദിയാക്കി മछली को पानी में, 2 പ്രാവശ്യം പാനി വന്നിട്ടുണ്ട് കേട്ടോ, പാനി മേ ചോട് ദിയാ ജായേ. മോഹിനി ബണ്ടുവിനോട് പറഞ്ഞു, എന്താണ്, നീ മത്സ്യത്തെ പിടിച്ചാൽ അതിനെ വെള്ളത്തിലേക്ക് ഉപേക്ഷിക്കണം, വെള്ളത്തിലേക്ക് ഇടാൻ പറഞ്ഞു. മോഹിനിക്ക് ഹാത്തുമേ ബണ്ടുവിനെ മച്ചിലിക്കോ സബ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് മോഹിനിയുടെ കയ്യിൽ ബണ്ടു എന്ത് ചെയ്തു? ഒരു മീനിനെ പിടിച്ചിട്ട് ഏൽപ്പിച്ചു. തോ മോഹിനിനെ ഉസേ പാനിമേ ഡാൽ ദിയ. മോഹിനി അതിനെ വെള്ളത്തിലേക്ക് ഇട്ടു കൊടുത്തു. മോഹിനി തൻ്റെ കയ്യിൽ കിട്ടിയ മീനിനെ എന്ത് ചെയ്തു? അത് കിടന്ന് പടയ്ക്കുന്നത് കണ്ടപ്പോൾ മോഹിനി അതിനെ വെള്ളത്തിലേക്ക് ഇട്ടു. इससे क्रुद्ध होकर बंडू ने उसके बाल काट दिए. ഇതിൽ ദേഷ്യപ്പെട്ടുകൊണ്ടാണ് ബണ്ടു അവളുടെ തലമുടിയൊക്കെ എന്ത് ചെയ്തു? മുറിച്ചു കളഞ്ഞു. ബണ്ടു और മനോജ് കൈസേ ഹിൽമിൽ ഗയെ. ആദ്യം ബണ്ടുവും മനോജും ഒക്കെ കുറച്ച് ശത്രുക്കളായിരുന്നു എങ്കിൽ കൂടിയും പിന്നീട് എന്ത് ചെയ്തു? ബണ്ടുവിനും മനോജിനോട് ശത്രുത ഉണ്ടായിരുന്നു എങ്കിലും പിന്നീട് അവർ എന്ത് ചെയ്തു? മിങ്കിളായി. അതെങ്ങനെയെന്നാണ് ചോദ്യം. ഒരുപാട് വലിയ വലിയ ചോദ്യങ്ങൾ ഇതിലുണ്ട്, ചെറിയ ചെറിയ ചോദ്യങ്ങളുണ്ട്. നോവലല്ലേ, അതാണ്. എന്നാലും ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ മനസ്സിലെപ്പോഴും വരുന്ന ചില ചോദ്യങ്ങളാണ് ഇതിലിട്ടിരിക്കുന്നത്. ഹോസ്റ്റൽ മേ ബണ്ടു കാ സഹയോഗി ധ മനോജ്. ബണ്ടുവിനെ കൈ ബാർ മനോജ് സെ ബുരാ വ്യവഹാർ കിയാ ധ. പല പ്രാവശ്യം മനോജിനോട് മോശമായിട്ട് അവൻ പെരുമാറിയിരുന്നു. ഫിർബി മനോജിനെ ഉസ്സെ സംയം കെ സാത്ത് വ്യവഹാർ കിയ. എന്നിരുന്നാലും മനോജ് അവനോട് വളരെ സംയമമായിട്ട് എന്ന് പറഞ്ഞാൽ വളരെ മനോനിയന്ത്രണത്തോടു കൂടി പെരുമാറി. ബണ്ടു മനോജ് की दुखपूर्ण कहानी सुनकर दुखी होने लगी. उसके पिता मर चुके थे. अपनी माता और बहन की देखरेख में वो जी रहा था. മനോജിന് ചില ദുഃഖകഥകളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഇവരെ പറഞ്ഞു കേൾപ്പിച്ചു കൊടുത്തു. വഹ് ബഹുത്ത് നിർധൻ था. शरारत करने वाले बंडू को ठीक करने में मनोज ने बहुत अधिक प्रयत्न किया था.
ശരാരത്ത് നടത്തുന്ന ബണ്ടുവിനെ ശരിയായിട്ടുള്ള മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ മനോജ് ഒത്തിരി ശ്രമിക്കുകയും ചെയ്തു. വാസ്തവമേ മനോജ് കെ സമ്പർക്ക് സേ ഹി ബണ്ടു കെ സ്വഭാവ് മേ ബഡാ പരിവർത്തനായ ദോനോ കി മൈത്രി ഭി ബഡ് ഗയി. മൈത്രി എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പ്, അത് കൂടുകയും ചെയ്തു. അടുത്ത 19ാമത്തെ ചോദ്യം. മനോജ് കെ ജന്മദിന്മേ ബണ്ടുവിനെ ക്യാ ക്യാ ഉപഹാർ ദിയെ. എന്തെല്ലാം സമ്മാനങ്ങൾ, എന്തെല്ലാം ഗിഫ്റ്റാണ് മനോജിൻ്റെ ജന്മദിനത്തിന് ബണ്ടു കൊടുത്തത്? ബണ്ടുവിനെ ഏക്ക് പാൻറ്, ഏക്ക് ബുഷർട്ട്, ഏക്ക് ബഡാ കേക്ക് और टॉफिया ഉപഹാർ ദിയെ. ബണ്ടു ആദർശ വിദ്യാലയ ചോടിന ക്യോ ചാഹത്താത്ത. ബണ്ടു ഇടയ്ക്കിടയ്ക്ക് പറയും ഞാൻ ഈ വീട് സ്കൂൾ വിട്ടു പോകാൻ പോവേണ്ടെന്ന് പറയാറുണ്ടല്ലോ. എന്തുകൊണ്ടാണ് അവൻ അങ്ങനെ ആഗ്രഹിച്ചത്? ബണ്ടു കളക്ടർ ആശുതോഷ് മുഖർജി കാ ഇക്കലൗത്ത പുത്രത ലാഡ് പ്യാർ സെ വഹ് സ്യാദ ഹട്ടി और ഖമണ്ടി ഹോ ഗയ. ഹട്ടി എന്ന് പറഞ്ഞാൽ ശാഠ്യക്കാരൻ, ഖമണ്ടി എന്ന് പറഞ്ഞാൽ അഹങ്കാരി. आदर्श विद्यालय के नियमों का पालन करना वह पसंद नहीं करता था. यहां सब काम अपने हाथों से करना पड़ता था. ഹോസ്റ്റലിലും ഒക്കെ എന്താണ് സ്വന്തം എല്ലാം തനിയെ തന്നെ ചെയ്യണം, ആരെയും സഹായം ഇല്ലാതെ സ്വന്തമായിട്ട് ചെയ്തോളണം. വഹു ദൂസരവും കോ തങ്ക് പി കർത്താത. അവൻ മറ്റുള്ളവരെ എപ്പോഴും ഉപദ്രവിക്കുകയും ചെയ്തിരുന്നു. ജിസ്കെ കാരൻ ഉസേ സജാ ഭി മിൽത്തി തി. അതിൻ്റെ കാരണത്താൽ അവൻ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നത് കൊണ്ട് അവന് പല ശിക്ഷകളും കിട്ടിയിരുന്നു. അതഹ വഹ് ആദർശ വിദ്യാലയ ചോടിന ചാഹത്താത്ത. അതുകൊണ്ടാണ് സ്കൂൾ വിടാനായിട്ട് അവൻ ആഗ്രഹിച്ചത്, ശിക്ഷ കിട്ടുന്നതുകൊണ്ട്. ബണ്ടുവിനെ ആശാസെ ക്യാ വ്യവഹാർ കിയ. ബണ്ടു ആശയോട് എങ്ങനെയാണ് പെരുമാറിയത്? ഉസ്കെ ബദലമേ ആശാനെ ക്യാ കിയ. അതിന് പകരം ആശ എന്ത് ചെയ്തു? ആശ കഭി ഘോടെ പർ ചടി നഹി ദി. ആശ ഒരിക്കലും കുതിരപ്പുറത്ത് കയറിയിട്ടേ ഇല്ല. പഹലി ബാർ ചടുക്കർ ഉസിനെ ബണ്ടു കി ബരാബരി കന്നി ചാഹി. ഫസ്റ്റിൽ തന്നെ അവൾ എന്ത് ചെയ്തു? ഒരിക്കൽ കുതിരപ്പുറത്ത് കയറിയിട്ട് ബണ്ടുവിന് സമം വരാനായിട്ട് ആഗ്രഹിച്ചു, എന്ന് പറഞ്ഞാൽ ബണ്ടുവിനോടൊപ്പം നിൽക്കാനായിട്ട് അവൾ ആഗ്രഹിച്ചു. तो बंडू ने पीछे से उसके घोड़े को एक, ഇവിടെ ഫസ്റ്റ് കായാണ് എഴുതിയേക്കുന്നത് കേട്ടോ, കോട എന്നാക്കണം. ഫസ്റ്റ് കാ എഴുതുക. കോട ലഗാദിയ. കോട എന്ന് പറഞ്ഞാൽ ചാട്ട കൊണ്ട് അടിക്കുക. അപ്പം ബണ്ടു ചെയ്തു പിന്നിൽ നിന്നുകൊണ്ട് അവളുടെ കുതിരയെ ചാട്ട കൊണ്ട് അടിച്ചു. കോടയാണ് ഫസ്റ്റ് കാ. ഉസുസെ ആശ നീച്ചെ കീറിപ്പിടി. അപ്പം കുതിരയും ചെയ്തു ഈ ചാട്ട കൊണ്ട് അടിച്ചതും കുതിര വിരണ്ടു. ആശ അങ്ങനെ കുതിരപ്പുറത്ത് നിന്ന് താഴേക്ക് വീണു. അതാണ് ആദ്യം ബണ്ടു ചെയ്തത്. ഇനി പെണ്ണ് തിരിച്ചെന്ത് ചെയ്തു നോക്കാം. കശ്മീർ യാത്രാക്കെ ബീച്ച് ബണ്ടു ഓർ ആശ കുട്സവാരി കർണയിലേക്ക്. അപ്പോൾ ഈ പെണ്ണ് ഇത് മനസ്സിൽ വെച്ചിരിക്കുകയാണ്, തന്നെ തള്ളിയിട്ടത്. കാശ്മീരിലേക്ക് യാത്രക്കിടയിൽ എന്ത് ചെയ്തു? ബണ്ടുവും ആശയും കൂടെ എന്ത് ചെയ്തു? കുതിര സവാരി നടത്താൻ പോയി. ആശാക്കെ മന്മേം പഹലേക്ക് ഘടന താസീതി. ആദ്യത്തെ സംഭവം, തന്നെ കുതിരപ്പുറത്ത് നിന്ന് താഴേക്ക് തള്ളിയിട്ട സംഭവം നല്ല ഫ്രഷായിട്ട് മറക്കാതെ അവൾ വെച്ചിരിക്കുകയാണ്. വഹീസ് വ്യവഹാർ അവസർ കാ ഖൂബ് ലാഭുഡായ. വഹ് എന്നുള്ള ഉസ്നെ എന്നാക്കുക കേട്ടോ. ഉസ്നെ ഇസ് വ്യവഹാർ കാ ഖൂബ് ലാഭുഡായ. ഈ അവസരത്തിന് വേണ്ടി ഈ അവസരത്തെ അവൾ നന്നായിട്ട് പ്രയോജനപ്പെടുത്തി. ഉസ്നെ പീച്ചെ സെ ദോ തീൻ ഘോടെ കി പീട്ട് പർ ജഡ് ദിയെ. അവൾ എന്ത് ചെയ്തു? പിന്നിൽ നിന്നുകൊണ്ട് 2-3 പ്രാവശ്യം കുതിരയെ ചാട്ട കൊണ്ട് അടിച്ചു, അതിൻ്റെ പുറത്ത് അങ്ങോട്ട് അടിച്ചു. ഘോട ജോർസെ ഏട് ലേക്കർ ഭാഗയ. വേദന കൊണ്ട് കുതിര എന്ത് ചെയ്തു? അങ്ങോട്ട് വിരണ്ടോടുകയും. തോ ബണ്ടു കോ സംഹാൽ നഹീം പായ. അപ്പം ഇയാൾക്ക് ബണ്ടുവിനെ തന്നെ നിയന്ത്രിക്കാൻ സാധിച്ചില്ല. ദൂസരേ ക്ഷണവാക്ക് സെമീൻ പർ ഗർഗയ. അടുത്ത നിമിഷം അവൻ എന്ത് ചെയ്തു? തറയിൽ വീണു. വഹ് ഘായൽ ഹോ ഗയ. അവനാകെ മുറിവേറ്റു. ഇസ് പ്രകാർ ആശാനെ ബണ്ടൂസെ ബദലാക്കിയ. അപ്പോൾ ഇങ്ങനെയാണ് ആശ ബണ്ടുവിനോട് പകരം വീട്ടിയത്. ബണ്ടുവിനെ അപ്പന ജന്മദിൻ കൈസെ മനായ. ബണ്ടു എങ്ങനെയാണ് തൻ്റെ ജന്മദിനം ആഘോഷിച്ചത്? ബണ്ടു കെ ബണ്ടു കെ ഘർ സെ ഏക്ക് പാർസലായ. ബണ്ടുവിൻ്റെ വീട്ടിൽ നിന്നൊരു പാഴ്സൽ വന്നു. ഉസ്മേ ബണ്ടു കി മമ്മി കെ ഉപഹാർ ബുഷർട്ട് ടൈ और नीदा मिस का उपहार स्कार्फ, कपड़े पिता के
ഉപഹാർ ബർത്ത്ഡേ കേക്ക് और 30 रुपए थे. അപ്പം ആ പാഴ്സലിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു? ബണ്ടുവിൻ്റെ അമ്മയുടെ ഗിഫ്റ്റായിട്ടുള്ള ബുഷർട്ടും ടൈയും, നീതാ മിസ്സിൻ്റെ ഗിഫ്റ്റ് സ്കാർഫും വസ്ത്രങ്ങളും, അച്ഛൻ്റെ ഗിഫ്റ്റായിട്ടുള്ള ബർത്ത്ഡേ കേക്കും 30 രൂപയും ഉണ്ടായിരുന്നു. ഓരോരുത്തർ 3 ആൾക്കാരും അവരുടേതായിട്ടുള്ള ഗിഫ്റ്റുകൾ ആ പാഴ്സലിൽ വെച്ചിരുന്നു. पार्सल में बिस्कुट के 2 बड़े पैकेट, ബിസ്കുറ്റ് എന്ന് പറഞ്ഞാൽ ബിസ്ക്കറ്റ്, കുച്ച് ടോഫിയ അവർ ഏക്ക് സീട്ടി എന്ന് പറഞ്ഞാൽ വിസിലാണ് കേട്ടോ, ഒരു വിസിലും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. നാശ്തേ കെ സമയ സാരെ വിദ്യാർത്ഥി ജമാ ഹോ ഗയേ. ബ്രേക്ക്ഫാസ്റ്റ് സമയത്ത് എല്ലാ വിദ്യാർത്ഥികളും അവിടെ ഒത്തൊരുമിച്ച് കൂടി. വാർഡൻ ഭി ദി और प्रिंसिपल भी आए थे. വാർഡൻ ने ബർത്ത്ഡേ കേക്ക് पर മോംബത്തിയാ രഖി ദി. വാർഡൻ ബർത്ത്ഡേ കേക്കിൻ്റെ പുറത്ത് മെഴുകുതിരി കത്തിച്ചു വെച്ചു. സബ് ഘേർ കർ ഖടേ ഹോ ഗയേ. എല്ലാവരും അവനെ ചുറ്റി വളഞ്ഞു നിന്നു. അവർ താലിയ പീട്ടിനെ ലഗെ. എല്ലാവരും കൈയടിക്കാൻ തുടങ്ങി. ഉസ്നെ ഏക്ക് ഫൂങ്കുമേ സാരി മോംബത്തിയാം ബുച്ചാദി. അവനൊറ്റ ഊതിൽ എല്ലാ എന്താണ് മോംബത്തികളും, മോംബത്തി എന്ന് പറഞ്ഞാൽ അറിയാലോ മെഴുകുതിരി, അതിനെ കണച്ചു. അവർ താലിയും കി ഗഡ്ഗഡാഹട്ട് കെ ബീച്ച് കേക്ക് കാട്ടി. എന്നിട്ട് താലിയും കി ഗഡ്ഗഡാഹട്ട് കെ ബീച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? കയ്യടിയുടെ ആ ശബ്ദത്തിൻ്റെ ഇടയ്ക്ക് കേക്ക് മുറിച്ചു. സഭയേക്ക് സാത്ത് ജന്മദിൻ ശുഭ് ഹോ. എല്ലാവരും എന്താണ് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞു. അപർണ മിസ്സിനെ സബ്കോ കേക്ക് കേട്ടുക്കടേ ദി. എല്ലാവർക്കും കേക്ക് കൊടുത്തു. ബണ്ടു കോ ഗർവ്ദ. ബണ്ടുവിന് വളരെ അഭിമാനം ഉണ്ടായിരുന്നു. വിദ്യാലയമേ ഐസ ജന്മദിൻ കിസി കോ നഹി മനായ ഗയ. വിദ്യാലയത്തിൽ ഇത്തരത്തിലുള്ള ഒരു ജന്മദിനാഘോഷം ഒരിക്കലും നടന്നിട്ടേ ഇല്ല. അടുത്ത 23ാമത്തെ ക്വസ്റ്റ്യൻ. ബണ്ടു കെ 3 അപരാധിക്ക് അക്യാത്തെ. ബണ്ടുവിൻ്റെ 3 അപരാധങ്ങൾ എന്തൊക്കെയായിരുന്നു? ബണ്ടുവിൻ്റെ 3 കുറ്റങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നാണ്. ഉസ്കി 2 സജായെ കോൺകുന്തി. അതിനും 2 ശിക്ഷയാണ് കൊടുത്തത്. അതേതൊക്കെയായിരുന്നു എന്നാണ്. ബണ്ടു കെ 3 അപരാധ് യേ थे. पहला यह था कि कश्मीर जाने के पहले एक दिन ബണ്ടു അക്കേല ബാസാർ ഗയാ था. കാശ്മീരിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ദിവസം ബണ്ടു ഒറ്റയ്ക്ക് ബസാറിലേക്ക് പോയി. അതാണ് ഒരു കുറ്റം. ഉസ്നെ ബാസാർ സെ ബഹുത്ത് സാ സാമാൻ ഖരീദ. ഈ ഫസ്റ്റ് കുറ്റത്തിനോടൊപ്പം ഉള്ളതാണ്. അവൻ ബസാറിൽ നിന്ന് ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ചു. അതാണ് ഒന്നാമത്തെ കുറ്റം. ദൂസരാ അപരാധ് था कि ശ്രീനഗർ में एक रात ബണ്ടുവിനെ പാനി ഗിരായ. പിറ്റേ ദിവസം മറ്റൊരു തെറ്റെന്തായിരുന്നു? ശ്രീനഗറിൽ വെച്ചിട്ട് അവർ കാശ്മീരിൽ പിക്നിക്കിന് പോയില്ലേ, അപ്പോൾ ശ്രീനഗറിൽ വെച്ചിട്ട് ഒരു രാത്രി ബണ്ടു വെള്ളം തറയിൽ കോരി ഒഴിച്ചിരുന്നു. കുറച്ച് വെള്ളം തറയിൽ തട്ടിയിട്ടു. ഗണിതക്കെ സർക്കാ കമ്പൽ ചുരായ. അവൻ ചെയ്ത മറ്റൊരു തെറ്റെന്താണ്? ഗണിതിൻ്റെ കണക്കിൻ്റെ സാറില്ലേ, കണക്ക് അവന് ഇഷ്ടമല്ലാത്തൊരു സബ്ജക്റ്റാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് സാറിനെ ഇഷ്ടപ്പെടില്ല. അപ്പം അയാൾ കിടന്ന് ഉറങ്ങിയായിരുന്നു. അപ്പോൾ ആ കമ്പിൾ എന്ത് ചെയ്തു? മോഷ്ടിച്ചു. അവർ സജാ വെർത്തുമേ ഗിരീഷ് നാമക്ക് ഛാത്രക്കോ മിലി. എന്നിട്ട് മറ്റുള്ളവരോടൊക്കെ പറഞ്ഞ് ഗിരീഷാണ് സാറിൻ്റെ എന്ത് ചെയ്തത്? കമ്പിളി മോഷ്ടിച്ചുകൊണ്ട് വന്നതെന്ന് പറഞ്ഞു. ബണ്ടുവിനെ പഹൽഗാം മേ മോഹിനി ഗുപ്താക്കി ദോനോ ചോട്ടിയ കാട്ടുകർ പാനി മേ ഫെങ്ക് ദി. യഹി തീസര അപരാധത്ത. 3ാമത്തെ കുറ്റം എന്താണ്? മോഹിനി ഗുപ്ത എന്ന് പറയുന്ന പെൺകുട്ടിയുടെ തലമുടിയൊക്കെ എന്ത് ചെയ്ത് മുറിച്ച് വെള്ളത്തിലേക്ക് എറിഞ്ഞു. ഇതാണ് 3ാമത്തെ കുറ്റം. അതിൽ പഹല അപരാധ് അക്കേലെ ബാസാർ ജാനെ കെ ലിയെ ബണ്ടു വാർഡൻ സെ ഖേദ് പ്രകട് കർ ചുകെ. 1ാമത്തെ തെറ്റായിട്ടുള്ള ഒറ്റയ്ക്ക് അവിടെ പോയി അങ്ങാടിയിലേക്ക് പോയില്ലേ, അതിനുവേണ്ടി വാർഡനോട് അവൻ ഖേദം പ്രകടിപ്പിച്ച് കഴിച്ചിരുന്നു. ആദ്യമൊന്നും അവൻ അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നില്ല.